ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണുള്ളത്. ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. മാസുട്ടിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് മാസുട്ടി നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവൻ 12 മണിക്ക് ഉറങ്ങിയിട്ട് 2 മണിയായപ്പോഴേക്കും അവൻ്റെ ഉറക്കം കഴിഞ്ഞ് അവൻ എണീറ്റു. അപ്പം അവൻ വാശി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് ഇരുത്തിയേക്കാണ് കേട്ടോ. മാസുട്ടി ഇപ്പോൾ വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങിയോണ്ട് വാതവരാതെ ഇങ്ങനെ അമ്മാമ്മോട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവാനു ചേട്ടനെ കൊണ്ടുവരാൻ അവനും കൂടി ഉണ്ടെന്ന് പറയാണ് കേട്ടോ. അത് പറഞ്ഞ് അവൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ കാണാണ്ട് പപ്പ പോയി ഇവാനുവിനെ കൊണ്ടുവന്നു. ഇവാനു അംഗനവാടി പോയി തുടങ്ങണേക്കാൾ മുമ്പേ അങ്ങനെ വലിയ കാര്യമായിട്ട് സംസാരിക്കില്ലായിരുന്നു. ചില വാക്കുകൾ മാത്രമേ സംസാരിക്കുള്ളായിരുന്നു. അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങിയപ്പിനെയാണ് കേട്ടോ അവൻ നല്ല കൃത്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ അവന് വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ വായ അടയ്ക്കാൻ നേരില്ല. അവൻ അംഗനവാടി വന്നു കഴിഞ്ഞാൽ ഞാനുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ അവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിരിക്കാറുണ്ട്. അവന് വന്ന അപ്പൊ തന്നെ ദേ അമ്മ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചായക്ക് ഇന്ന് ഉണ്ണിയപ്പവും പപ്സായിരുന്നു കേട്ടോ. അമ്മ ഇന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോയി വന്നപ്പോൾ അമ്മ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ.